ഒറ്റ യൂസിൽ തന്നെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിർത്താൻ കഴിവുള്ള ഒരു ഹെയർ പാക്ക് ആണ് നമ്മൾ ഇന്ന് ഇടുന്നത്. ഇത് മുടി കൊഴിച്ചിൽ നിർത്തുമെന്ന് മാത്രമല്ല, മുടിയെ നരയ്ക്കാതെ നമ്മളുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യാനും മുടിക്ക് നല്ലൊരു കളർ തരാനും സഹായിക്കുകയും താരനെയൊക്കെ മാറ്റി മുടിക്ക് നല്ല ഷൈനിങ് തരികയും മുടി വളരുകയും ചെയ്യുന്ന അത്രയ്ക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നവരാത്രിയൊക്കെയാണ്. നവരാത്രിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ പ്രോസ്പെരിറ്റിയും ഞാൻ നേരുന്നു. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു സമയമാണ് അല്ലേ? പെട്ടെന്ന് വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വന്നു. പിന്നെ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന വൃശ്ചിക മാസം നൊയമ്പൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ മഞ്ഞുകാലമൊക്കെ വരും. ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഓൾറെഡി വിന്റർ തുടങ്ങി. നല്ല മഴയുണ്ടായിരുന്നു, വിന്റർ തുടങ്ങി. നിറയെ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു 90% പറയുന്നത് മുടി കൊഴിയുന്നു എന്നുള്ളതാണ്. സോ മുടി കൊഴിയുന്നതിന് നമ്മൾ കുറച്ച് കെയർ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു മുടി 10 മുടി കൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഉള്ള മുടി എല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരു 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 ടെൻഡൻസി കാണാറുണ്ട്. ഇത് നമ്മളുടെ ഹെൽത്തിന്റെ പ്രോബ്ലം കൊണ്ടും നമ്മളുടെ വിറ്റമിൻസിന്റെ കുറവ് കൊണ്ടും ഒക്കെ ആയിരിക്കും. നമ്മൾ പുറത്തോട്ട് മാത്രമല്ല, അതായത് സ്കാൽപ്പിൽ ഹെയർ പാക്ക് ഇടുന്നത് മാത്രമല്ലാതെ നമ്മൾ ഉള്ളിലേക്കും കൂടെ അതിനുള്ള വിറ്റമിൻസ് കഴിക്കണം. അതല്ലാതെ നമ്മൾക്ക് ഹെയർ പാക്ക് ഇടുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ ഹെയർ പാക്കിൽ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സ്കാൽപ്പിനെ ഡ്രൈ ആക്കാൻ പാടില്ല, വീണ്ടും ഡ്രാൻഡ്രഫിനെ കൂട്ടാൻ പാടില്ല, താരനെ കൂട്ടാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുടി പൊഴിച്ചിൽ ഒറ്റ യൂസിൽ തന്നെ നിർത്താൻ പറ്റുന്ന ഒരു ഹെയർ പാക്കിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇതാണ് കുമ്മാട്ടിക്കായ്. ഇതൊരു നാച്ചുറൽ ക്ലെൻസർ ആണ്. നമ്മുടെ മുടിയെ പെട്ടെന്ന് വളരാൻ സഹായിക്കുകയും നരയ്ക്കാതെ നമ്മളുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യുകയും റൂട്ട്സിനെ സ്ട്രെങ്തൻ ആക്കുകയും നല്ല ഷൈനിങ് തരികയും ചെയ്യുന്ന ഒന്നാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് റൈസ് ആണ്. നമ്മുടെ മുടിക്ക് സിൽക്കി ഷൈൻ തരാനും മുടി പെട്ടെന്ന് വളരാനും താരനെയൊക്കെ അകറ്റാനും കഴിവുള്ള ഒന്നാണ്. അതുപോലെ തന്നെയാണ് റോസ്മേരി. നമ്മുടെ മുടിയുടെ റൂട്ടിന്റെ സ്ട്രെങ്തിനെ ഇരട്ടിപ്പിക്കുകയും പെട്ടെന്നുള്ള ഹെയർ ഗ്രോത്ത് തരികയും താരനെ മാറ്റി മുടിയെ ക്ലീൻ ആക്കി സ്കാൽപ്പിനെ ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കുന്നതാണ്. ഈ 3 ഇൻഗ്രീഡിയന്റും കൂടിയുള്ള ഹെയർ പാക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് റൈസ് ഒരു ഹാഫ് കുക്ക് ആക്കണം. നമ്മൾ റൈസിലേക്ക് ഒരു 750 മില്ലി വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. അതിനെ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെയർ ഫോൾ സ്റ്റോപ്പ് ആകുന്നത്. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ റിസൾട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. റൈസും റൈസ് വാട്ടറും സ്കിന്നിന് മാത്രമല്ല നമ്മുടെ മുടിക്കും എല്ലാം നല്ലൊരു ഹെൽത്ത് തരാനും ഷൈനിങ് തരാനും കഴിവുള്ള ഒന്നാണ്. ഇത് അവിടെ ഇരിക്കട്ടെ, ചെറുതായിട്ട് വേകട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് നമ്മുടെ കുമ്മാട്ടിക്ക ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ തോട് കുറച്ച് കട്ടിയുള്ളതാണ്, കുറച്ച് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അത്രയും ബെനിഫിറ്റ് ആണ്. ഇത് നിറയെ ഹെയർ ഡൈയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഹെയറിന് നല്ല കളർ തരാനും ഷൈനിങ് തരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും താരനെ മാറ്റാനും ഒക്കെ കഴിവുള്ള ഒരു കായാണിത്. ഇത് അങ്ങാടിക്കടയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന്റെ ഒരു ഹെയർ പാക്ക് പൗഡർ രൂപത്തിൽ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പാതി വെന്ത് കാണത്തില്ല, ഒരു 1/4 ഭാഗം വെന്തിട്ടുള്ള റൈസിലേക്ക് ഇതിടാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല ഒരു വാസനയാണ്, നല്ല ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് പോലാണ്. അത്രയ്ക്കും നല്ല മണമാണ്. ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുമ്മാട്ടിക്കായും റൈസും വേകുമ്പോഴേക്കും നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുക എല്ലാം 100 ഗ്രാം വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 100 ഗ്രാം റോസ്മേരിയിലേക്ക് ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അതിനെ ഒരു 1/4 ലിറ്റർ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണ്ട. ആക്ച്വലി കുക്ക് ചെയ്യുന്നത് പോലും ഹൈ ഫ്ലെയിമിൽ ചെയ്യരുതെന്നാണ്. ഇത് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം നമുക്കിതിനെ ഫിൽട്ടർ ചെയ്ത് ഇതിന്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം.
നമ്മുടെ റൈസും കുമ്മാട്ടിക്കായും ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇത് ഫുൾ കുക്ക് ആവത്തില്ല, ഒരു 1/4 ഭാഗം വേഗത്തേ ഉള്ളൂ. ഇതുപോലെ ഇതാണ് അതിന്റെ പാകം. ഇതിലേക്ക് നമുക്ക് റോസ്മേരി വാട്ടർ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്താൽ മാത്രമേ മുടിയിൽ ഇങ്ങനെ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉടക്കാതൊക്കെ ഇരിക്കത്തുള്ളൂ. പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങി വരാനും നല്ല സ്മൂത്ത് പേസ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു പ്രയോജനം കിട്ടും. നമ്മൾക്ക് ആവശ്യമുള്ളത്ര പോർഷൻ നമ്മൾക്ക് വേണ്ട ഒരു ബൗളിലേക്ക് എടുത്തു വെക്കാൻ, ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞോ 3-4 ദിവസം കഴിഞ്ഞോ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓയിൽ അപ്ലൈ ചെയ്തൊരു 3-4 മണിക്കൂറായി. അത് കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഹെയർ പാക്ക് ഇടുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും ഇടാം, അല്ല നിങ്ങൾക്ക് സൈനസൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ട്, ജലദോഷം വരും, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാമ്പു ഇട്ടിട്ട് ഇതുപോലെ എണ്ണയൊന്നും തേക്കണമെന്നില്ല. എണ്ണ തേച്ചിട്ടിട്ടാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഓരോ പോർഷൻ ആയിട്ട് മുടി വകർന്നെടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഉറപ്പുവരുത്തുക ഹെയറിന്റെ സ്കാൾപ്പിൽ, നമ്മുടെ മുടിയുടെ സ്കാൾപ്പിൽ എല്ലാം തന്നെ നമ്മുടെ ഹെയർ പാക്ക് എത്തിയിട്ടുണ്ടെന്നും അതിനെ നമ്മൾ എത്തിച്ചിട്ടുണ്ടെന്നും അത് നമ്മുടെ സ്കാൾപ്പിൽ വർക്ക് ചെയ്യാൻ പാകത്തിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ആഴ്ചയിൽ 1 പ്രാവശ്യം ഇതുപോലെ ഈ ഹെയർ പാക്ക് ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഫാൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹെയർ പാക്ക് വളരെ പരമ്പരാഗതമായിട്ട് തന്നെ ഇവിടെ തമിഴ്നാട്ടിൽ ബ്രാഹ്മിൻസ് ഒക്കെ തലയിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഇവിടെയൊക്കെ ഉള്ളവർക്ക് നിറയെ മുടിയുണ്ട്. അവരുടെ മുടി ഭയങ്കര ഹെൽത്തിയാണ്. ഓരോരോ മുടിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയാണ്. അതുപോലെയാണ് അവർ മുടിയെ കെയർ ചെയ്യുന്നത്. നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് മുടി കെയർ ചെയ്യുന്നത്. അതുപോലെ ഒന്നുമല്ല അവർ കെയർ ചെയ്യുന്നത്. ലിറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ഹെയർ കെയർ ചെയ്യുന്നത്. ഈ കുമ്മട്ടിക്കായൊക്കെ ഇവിടെ ആത്തോരം, അതായത് 6-ന്റെ ഓരത്തൊക്കെയുള്ള വളരുന്ന ഒരു ചെടിയാണ്. അതിനെ കൊണ്ടുവന്നിട്ടാണ് ഇൻഫ്യൂസ് ചെയ്ത് പല വിധത്തിലും ഉണ്ട്. ഇതിൻ്റെ പൗഡർ ഫോം നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് മുഖാന്തരം ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്ക് ആൻഡ് നമ്മുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഇതിൻ്റെ പൗഡർ ഫോം, പേസ്റ്റ് ഫോം തരാത്തതിൻ്റെ കാര്യം പ്രിസർവേറ്റീവ്സ് ചേർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. എത്രയും നാച്ചുറലായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കാമോ അതുപോലെ തന്നെ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾക്ക് വേണ്ടി കുറേ പ്രോഡക്റ്റ് ഒരുങ്ങിയിരിപ്പുണ്ട്. ഞാൻ ആ പ്രോഡക്റ്റ് കുറച്ചൊന്ന് ഇതുവഴി കാണിക്കാം. ഹെയർ കെയർ വീഡിയോ ആയതുകൊണ്ട് ഹെയറിനെ സംബന്ധിച്ചുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്തോളൂ. ലിങ്ക് ആൻഡ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇന്നും നാളെയും നാളെ കഴിഞ്ഞും മാത്രം നവരാത്രി ഓഫറുണ്ട്. സോ യു ക്യാൻ അച്ചീവ് ദാറ്റ് ഓഫർ. നമ്മളുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന് മുടിക്ക്, രണ്ടാമത് കണ്ണിനാണ് ഏറ്റവും കൂടുതൽ ഏജ് അറിയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. കുറച്ച് നമ്മളുടെ ഏജ് ഒക്കെയുള്ള ആൾക്കാരിലോട്ട് നോക്കിയാൽ അറിയാം, അവരുടെയൊക്കെ കണ്ണുകൾ ഭയങ്കര, ചിലരുടെയൊക്കെ ഷ്രിങ്ക് ആയിട്ടുണ്ടാക്കിയിരിക്കും, പക്ഷെ ചിലരുടെയൊക്കെ കണ്ണുകൾ നല്ല പ്രസാദത്തോടെ ഇപ്പോഴും ഇരിക്കുന്ന കാണാം. അതേപോലെ തന്നെയാണ് ചുണ്ടിന് ചുറ്റുമുള്ള ആ ഒരു സൗന്ദര്യ സ്കിൻ കെയർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ കെയർ, ഇതൊക്കെയാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് കുറച്ച് ഐബ്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് മറയ്ക്കാൻ പറ്റും. അങ്ങനെ ഇതൊക്കെയും നമ്മുടെ കംഫർട്ടും നമ്മുടെ സന്തോഷവും നമ്മളുടെ ഒരു കോൺഫിഡൻസുമാണ് അല്ലേ. സോ ഇതൊക്കെ നമ്മൾക്ക് വേണം. നമ്മൾ ഇതൊക്കെ കെയർ ചെയ്താൽ നമുക്ക് കിട്ടാവുന്നത് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് കിട്ടില്ല എന്നൊരിക്കലും പറയരുത്. എനിക്കൊരു കമൻറ്റ് വന്നതാണ്, ഞാൻ മാമിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ കാണും, പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ആ ഒരു ബ്രേക്ക്, ആ ഐസ് ബ്രേക്ക് അങ്ങോട്ട് മാറ്റണം. 1-2 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെഗുലറായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാകും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്ര നാളും കിടന്ന് ഓടുമായിരുന്നു. നമ്മൾ എന്താ പറയട്ടെ, ഒരു റേസ് പോലെ അല്ലെ, റണ്ണിങ് റേസിൽ ഓടി ജയിക്കാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും നമ്മൾക്ക് വേണ്ടിയും കൂടെയാണ് നമ്മൾ ഓടിയത് അല്ലേ. നമുക്ക് ഒരിക്കലും അവർക്ക് വേണ്ടി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ആ ഓട്ടത്തിനിടയിൽ നമ്മൾ സൈഡിലുള്ളതൊക്കെ മറന്നുപോയി. ഈ സൈഡിലുള്ളതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും നമ്മൾ കൊടുത്ത ഇമ്പോർട്ടൻസും അല്ലെ. നമ്മൾ ബാച്ചിലർ ആയിരുന്ന സമയത്ത്, നമ്മളുടെ പേരൻസിൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്ത ഒരു ലൈഫും നമ്മളുടെ ഒരു ഡ്രസ്സിങ് സെൻസും ഒക്കെ
നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരുപാട് പേരുമുണ്ട്. അവരൊക്കെ വളരെ 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 എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. സോ നമ്മൾക്കും അതുപോലെ തന്നെ അവരെ പോലെ എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിനൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്ത് നമുക്ക് പോകാം. എപ്പോഴും പോസിറ്റിവിറ്റിയെ മാത്രം അട്രാക്റ്റ് ചെയ്യൂ. അതുപോലെ നിങ്ങൾക്ക് ഗോഡ് ബിലീഫ് ഉണ്ടെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും. ഇനി ഗോഡ് ബിലീഫ് ഇല്ലേ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കൂ. വീടിന് ഭയങ്കര ഒരു ഏസ്തെറ്റിക് എനർജി ഉണ്ടാവും. അതൊരു വിവരിക്കാൻ പറ്റത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണ് നമുക്ക് ഫീലിംഗ് ഉണ്ടാകുക നമ്മളുടെ മനസ്സിൽ എന്നുള്ളത്, ഭയങ്കര കോൺഫിഡൻസ് ആണ് ഉണ്ടാകുക. അതായത് നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവത്തിൻ്റെ, നമ്മൾക്ക് എന്ത് വന്നാലും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തോളും എന്നുള്ള ഒരു കോൺഫിഡൻസ് പോലെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ ഏജിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഏജിൻ്റെ സയൻസ് ഒന്നും അറിയാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെയറിനെ കെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ കംഫർട്ട് ലീവ്, നമുക്ക് ഈ കംഫർട്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് ഇറിറ്റേറ്റഡ് ആകും അല്ലേ? അപ്പോൾ ആ ഇറിറ്റേറ്റഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേ ഇറിറ്റേഷൻ വരും. എന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കുന്നതൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. നമ്മുടെ സ്കിൻ പണ്ടത്തെ പോലെ വരുന്നില്ല, നമ്മുടെ ഹെയർ പണ്ടത്തെ പോലെ ഭംഗിയായിട്ട് ഇരിക്കുന്നില്ല. ഇതിനൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ച് ഞാൻ പറയുന്ന പോലെ എപ്പോഴും പറയാറുള്ള 5000 6000 ഒന്നും കൊടുത്ത് സ്കിൻ കെയർ ചെയ്യണമെന്നില്ല. പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യണമെന്നില്ല. അത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാതെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരും ഓയിൽ മസാജ് ചെയ്ത് തരാനില്ലെങ്കിൽ ഫേസിലോ തലയിലോ കാലിലോ ഒക്കെ യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഓയിൽ. അവരെ പോയിട്ട് അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ്. നമുക്ക് കൊടുത്ത് അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടിട്ട്, മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് നഷ്ടപ്പെട്ടിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകും. പക്ഷെ ആ കിട്ടിയ ആൾ ഒരിക്കലും മറക്കില്ല അല്ലേ? ആ കിട്ടിയ ആൾ എപ്പോഴും നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ നമ്മൾ ചെയ്ത ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കാര്യം പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയാം, അതിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിത്രീകരിക്കാം. അന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി അതുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജിയെ മാത്രം അട്രാക്ട് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ ഇരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് പോയി ചെവി കൊടുത്ത് അതിനെ നമ്മളുടെ മനസ്സിലോട്ടും ചെവിയിലോട്ടും തലയിലോട്ടും എടുക്കാതിരിക്കുക. ഇതൊക്കെ മുടി കൊഴിയാൻ ഒരു കാരണമാണ്. ആവശ്യമില്ലാത്ത ടെൻഷൻ, ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത കുറേ സ്കിൻ കെയറിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചുമുള്ള കുറേ ചിന്തകൾ അതുവരെ ഉണ്ട്. അങ്ങനെയും വേണ്ട. നിങ്ങൾ ആവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതിൻ്റെ അപ്പുറത്തോട്ട് കയറി കുറേ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് കുറേ സൈറ്റിലൊക്കെ പോയിട്ട് അതുണ്ട് ഇതുണ്ട്. എൻ്റെ അടുത്ത് ആരോ ഒരാൾ എന്തോ ഒരു കെമിക്കലിൻ്റെ പേര് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം അങ്ങനെ ഒരു കാര്യം. ഞാൻ ഞെട്ടിപ്പോയി, വാട്ട് ഈസ് ദിസ് എന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സാധനമുണ്ടെന്ന്. എന്ന് പറഞ്ഞ പോലെ ഓവർ തിങ്കർ ആകാതിരിക്കുക. നിങ്ങൾ തിങ്ക് ചെയ്യണം, ബട്ട് ഓവർ തിങ്കർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങൾക്കൊരു 10 വയസ്സ് എക്സ്ട്രാ ആയിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസം കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴും. സോ പിന്നെ ഒരു കാര്യം, നമ്മുടെ സ്റ്റോറിലുള്ള സാരിയാണ്. ഞാൻ കുറേ പ്രാവശ്യം സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അത് എനിക്ക് ഉടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടും വെയിറ്റ് ഒന്നുമില്ലാത്ത, എനിക്ക് ഉടുത്ത പോലെ എങ്ങനെ ഞാൻ ഉടുത്തു. ഇതിപ്പം ഞാൻ രാവിലെ ഉടുത്ത സാരിയാണ്, ഉടുത്ത പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേര് നല്ല സാരിയാണെന്ന് പറഞ്ഞു. ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ സ്റ്റോറിലുള്ള സാരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. ഒത്തിരി പേർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സോ ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് കിട്ടിയ കോംപ്ലിമെൻറ്റ്. സാരി വാങ്ങിക്കുക എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ സ്റ്റോറിലുള്ള സാരിയാണ് എന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി നവരാത്രി. എന്നെ നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എന്നും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്ന നമ്മളെ ടേക്ക് കെയർ.